ഹായ് എവരി വൺ, വെൽക്കം ടു ദ സിസാറ്റ് മന്ത്ര. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 raised to 40, 3 raised to 21, 4 raised to 18, 8 raised to 12. ഈ പറയുന്നതിന് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ സ്മോളസ്റ്റ് നമ്പർ ഏതാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇങ്ങനെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സിന്റെ ബേസ്, അതായത് ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ബേസ് എന്ന് പറയുന്നത് 2, 3, 4, 8 ആണ്. ഇതിന്റെ എക്സ്പോണൻസ് ആണ് 40, 21, 18, 12 എന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് നമ്പേഴ്സ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ എക്സ്പോണൻസ് നോക്കിയിട്ട് നമുക്ക് ചെറുതാണോ വലുതാണോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന ബേസ് നമ്പേഴ്സിനെ സെയിം ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് സെയിം ആക്കാൻ പറ്റുന്നത് 2ന്റെ എക്സ്പോണൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ്. അങ്ങനെ ഇവിടെ 3 നമ്പേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 2 raised to 40 തന്നെയാണ്. രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്നത് 4 raised to 18 ആണ്. അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? 2 square raised to 18 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല a raised to m all raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a raised to m into n ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 raised to 36 ആണ്. ഇനി അതുപോലെ വരുന്ന ഒരു നമ്പർ ആണ് 8 raised to 12 എന്ന് പറയുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 2 raised to 3 all raised to 12 എന്ന് വരും. സെയിം a raised to m into n എന്ന് പറയുന്ന ഈ ഒരു ഫോർമുല നമ്മൾ ഇവിടേക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും 2 raised to 36 എന്ന് തന്നെ കിട്ടും. അപ്പൊ നമുക്കറിയാം 4 raised to 18 എന്ന് പറയുന്നതും അതുപോലെ തന്നെ 8 raised to 12 എന്ന് പറയുന്നതും ഈ രണ്ട് നമ്പേഴ്സും 2 raised to 36 ആണ്. അപ്പം ഈ രണ്ട് നമ്പേഴ്സ്, അതായത് 2 raised to 40 അതുപോലെ തന്നെ 2 raised to 36, ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2 raised to 36 ആണ്. ഇവിടുന്ന് തന്നെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസറിലേക്ക്, ഗസ്സിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കാരണം ഇവിടെ ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 raised to 18ഉം 8 raised to 12ഉം തന്നിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് എന്തായാലും ആൻസർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം ഇത് രണ്ടും സെയിം വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, സെയിം വാല്യൂ ആണ് വരുന്നത്. ഇനി 2 raised to 40ഉം അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് നമ്പേഴ്സും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതാണ് സ്മോളസ്റ്റ് നമ്പർ വരുന്നത്. അപ്പോൾ 2 raised to 40 നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. യു ക്യാൻ ഈസിലി റീച്ച് ദ ആൻസർ 3 raised to 21. ബൈ ലോജിക്ക് നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി അതേപോലെ തന്നെ 3 raised to 21 അതുപോലെ 2 raised to 36, ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് നമ്പർ എന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ബേസ് നമ്പറിൽ ഒരു ഡിജിറ്റിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, അതായത് 2, 3, അതായത് ഒരു +1ന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ എക്സ്പോണന്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാർജ് ഡിഫറൻസ് വരുന്നുണ്ട്, 2 raised to 36 വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ലാർജസ്റ്റ് എക്സ്പോണന്റ് വരുന്ന നമ്പേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 2 raised to 36 ആണ്. എന്തെന്ന് പറയുന്നത്? ലാർജർ ദാൻ 3 raised to 21 എന്ന് പറയുന്നത് ഇതായിരിക്കും ലാർജർ നമ്പർ. സോ ദ ആൻസർ ഇസ് 3 raised to 21. Okay, so hope the answer is clear.